Good morning all. Today we are going to discuss new chapter, that is identification of bacteria. So in many distinct areas of microbiology, the ability to identify the microorganisms, it has an important application. For example, in food microbiology, it is important to be able to accurately identify food spoilage contaminants. In other case of microbial ecology, the identification of microorganisms helps us to characterize that diversity in that area, that is biodiversity. Whereas in the field of medical microbiology, which is a branch of microbiology that investigate pathogenic microorganisms, the primary focus is to isolate, identify and study the microorganisms which are responsible for infectious disease. Actually, many microorganisms are permanent residents or normal flora, which means which are a part of our human body. The bacteria that are normal flora, they are important symbionts of the human body, most of which cause no ill effects, but some cause ill effects. അതായത് majority normal flora human beings harmless ആണ്. They are actually beneficial to human health, but a small percent, that is less than 10% of this normal flora, they are pathogenic or they are able to cause disease in susceptible host. Susceptible host എന്ന് പറയുന്നത് ഒന്നുകിൽ immunity കുറഞ്ഞ പേഷ്യൻസിന് അഥവാ എന്തെങ്കിലും ഡ്രഗ്സ് ഒക്കെ എടുത്തിട്ട് ഓൾറെഡി ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുന്ന ആൾക്കാരിലൊക്കെയാണ് നോർമൽ ഫ്ലോറ ഇൻഫെക്ഷൻ സാധാരണ വരുത്താറ്. In order to identify the unknown in the clinical laboratory, a sample must be collected from the patient. അപ്പോൾ ഒരു പേഷ്യന്റിൽ ഏത് കോസേറ്റീവ് ഏത് ഓർഗാനിസം ആണ് ഇൻഫെക്ഷൻ കോസ് ചെയ്യണമെന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് so it is important to identify the causative agent in the clinical laboratory and the sample must be collected from the patient. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് പേഷ്യന്റിന്റെ സാമ്പിൾ കളക്ട് ചെയ്യണം. So the sample could be either urine or feces, saliva or a swab from the throat or from the skin. ഇതൊക്കെ ആയിരിക്കാം സാമ്പിൾസ് നമ്മൾ പേഷ്യന്റിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്. Because of the clinical samples will most likely contain many microorganisms. അപ്പോൾ നമ്മൾ എടുത്ത ക്ലിനിക്കൽ സാമ്പിളിൽ ഏതൊക്കെ ഉണ്ടാവാം? ഒന്നുകിൽ പേഷ്യന്റിന്റെ ബോഡിയിലുള്ള നോർമൽ ഫ്ലോറ ഉണ്ടാവാം, അതിൻ്റെ ഒപ്പം തന്നെ പാത്തോജൻസ് ഉണ്ടാവാം. സോ അപ്പോൾ ഇത് രണ്ടും കൂടി ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും? ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഐസൊലേറ്റ് ദ പാത്തോജൻ ഇൻ എ പ്യുവർ കൾച്ചർ. പ്യുവർ കൾച്ചർ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ പാത്തോജനെ മാത്രം ഐസൊലേറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. യൂസിങ് വേരിയസ് ടൈപ്സ് ഓഫ് ടെക്നിക്സ് ബൈ യൂസിങ് സെലക്റ്റീവ് ആൻഡ് ഡിഫറൻഷ്യൽ മീഡിയ. സോ ഫോളോയിങ് ഐസൊലേഷൻ, അപ്പോൾ ഇത് ഷോർട്ടാക്കി പറയണം എങ്ങനെയാണ് ഐഡന്റിഫിക്കേഷൻ മെത്തേഡ് എന്നുള്ളത്. ഇത് പിന്നീട് ഡിസ്കസ് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട്, ഇത് ഷോർട്ടായിട്ട് പറയണം. അപ്പോൾ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫൈങ് ദ ബാക്ടീരിയൽ ഐസൊലേറ്റ് ഈസ് പെർഫോമിംഗ് ഗ്രാം സ്റ്റെയിനിങ് വിച്ച് അലൗസ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ഗ്രാം റിയാക്ഷൻ. അതേപോലെ തന്നെ ഓർഗാനിസം ഗ്രാം പോസിറ്റീവ് ആണോ ഗ്രാം നെഗറ്റീവ് ആണോ എന്ന് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ മോർഫോളജി, അതായത് സ്പെരിക്കൽ ആണോ ബാസിലെ ആണോ സ്പൈറൽ ആണോ എന്നൊക്കെ അറിയാം. പിന്നെ അവയുടെ അറേഞ്ച്മെന്റ് സിംഗിൾ ആയിട്ടാണോ പെയർ ആയിട്ടാണോ ചെയിൻ ആയിട്ടാണോ എന്നുള്ളതൊക്കെ ഗ്രാം സ്റ്റെയിൻ വഴി നമുക്ക് അറിയാൻ സാധിക്കും. Although this information provides a few good clues, it does not use to determine the species or even genus. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും അത് ഏത് പർട്ടിക്കുലർ സ്പീഷീസ് ആണോ ജീനസ് ആണോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കും. That it will be in certainty. So the microbiologists use the characteristic biochemical activities to more specifically identify the bacterial species.
അപ്പോൾ a few biochemical and physiological properties are used for the identification of bacteria, and it may include nutrient utilization. ഒന്നുകിൽ അപ്പോൾ ബയോകെമിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് പിന്നീട് കണ്ടുപിടിക്കുന്നത്. അതായത് ന്യൂട്രിയൻ യൂട്ടിലൈസേഷൻ ഈ മെത്തേഡ്, അതായത് ഫോർ എക്സാമ്പിൾ കാർബോഹൈഡ്രേറ്റ് യൂട്ടിലൈസേഷൻ, അമിനോ ആസിഡ് ഡീഗ്രഡേഷൻ, ലിപ്പിഡ് ഡീഗ്രഡേഷൻ, ഇതൊക്കെയാണ് ന്യൂട്രിയൻ യൂട്ടിലൈസേഷനിൽ വരുന്ന മെത്തേഡ്സ്. അത് വെച്ച് ഐഡന്റിഫൈ ചെയ്യാം. അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ടു ഇൻഹിബിറ്ററി സബ്സ്റ്റൻസ്, അതായത് ഹൈ സോൾട്ട്, ആന്റിബയോട്ടിക്സ്, ഇതിനോടൊക്കെ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ടോ അത് വെച്ചിട്ടും ഐഡന്റിഫൈ ചെയ്യും. ആൻഡ് ഓൾസോ ബേസ്ഡ് ഓൺ ദ എൻസൈം പ്രൊഡക്ഷൻ, ഫോർ എക്സാമ്പിൾ കാറ്റലേസ്, കൊയാഗുലേസ്, ഹീമോലൈസിൻസ്, ദെൻ മോട്ടിലിറ്റി. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്ന ടെസ്റ്റുകൾ ഫോർ ദ ബാക്ടീരിയൽ ഐഡന്റിഫിക്കേഷൻ. So this series of lab exercise will introduce many of the physiological as well as biochemical characteristics of a bacteria, which are commonly encountered in a clinical microbiology laboratory. So the knowledge of these key characteristics will enable the identification of unknown bacterial isolates. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും ഈ ക്യാരക്ടേഴ്സ് ഒക്കെ വെച്ച് നമ്മൾ സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ. So it is important to thoroughly understand the basis for each biochemical test. അപ്പോൾ നമുക്ക് ഇതിന്റെ ഐഡന്റിഫിക്കേഷൻ ഇത്തരം ടെസ്റ്റുകൾ ചെയ്താൽ മതി എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഓരോ ടെസ്റ്റിന്റെ ബേസിക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. To know the key physiological characteristics of the bacterial genera and the species presented in these labs. So importance of identification. ചുരുക്കി പറഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിറ്റർമൈനിങ് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് എ പർട്ടിക്കുലർ പാത്തോജൻ. ആ പാത്തോജന്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ് ക്ലിനിക്കലി അത് കോസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് പേഷ്യന്റിന് വരുത്തിയിരിക്കുന്ന ഇഫക്ട്സ്, അതെല്ലാം സ്റ്റഡി ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഐഡന്റിഫിക്കേഷൻ. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ ഗൈഡിങ് ദ ഫിസിഷ്യൻ, അതായത് ഡോക്ടർ ഹെൽപ്പ് ചെയ്യും ഏത് മെഡിസിനാണ് കൊടുക്കേണ്ടത്, എന്തൊക്കെ കെയർ ആണ് പേഷ്യന്റിന് കൊടുക്കേണ്ടതെന്നുള്ളത്. It helps, identification helps to guide the physician. Then determine the laboratory testing for the detection of antibacterial resistance. ആ പേഷ്യന്റ് ഏത് ഡ്രഗ്സിനോടാണ് സെൻസിറ്റീവ്, ഏത് ഡ്രഗ്സിനോടാണ് റെസിസ്റ്റന്റ് എന്നുള്ളതൊക്കെ ഈ ഐഡന്റിഫിക്കേഷൻ വഴി ഡോക്ടറിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഡിറ്റർമൈൻ ദ ടൈപ്പ് ഓഫ് ആന്റിബാക്ടീരിയൽ തെറാപ്പി, ഏത് ടൈപ്പ് തെറാപ്പിയാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നുള്ളതും വി ക്യാൻ ഡിറ്റർമൈൻ. Determine whether the infectious organisms are risk for other patients. അപ്പോൾ ഈ പേഷ്യന്റിന് കോസ് ചെയ്തിട്ടുള്ള പാത്തോജൻ വേറെ പേഷ്യൻസിന് റിസ്ക് ആണോ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കും. അതർ പേഷ്യൻസ് ഇൻ ഹോസ്പിറ്റൽ, പബ്ലിക് ഓർ ഫോർ അതർ ലബോറട്ടറി വർക്കേഴ്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കും. ദിസ് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ. നൗ what are the different types of identification methods? അപ്പോൾ നമ്മൾ ഒരുപാട് പറഞ്ഞു. മെയിൻ ആയിട്ട് 3 types of methods ആണ് വരുന്നത്. ട്രഡീഷണൽ മെത്തേഡ്, അതായത് ഓൾഡസ്റ്റ് മെത്തേഡ്, പണ്ട് കാലങ്ങളിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്തിരുന്ന മെത്തേഡ്, ഓർ ഫീനോടൈപ്പിക് മെത്തേഡ്. പിന്നെ വരുന്നതാണ് ഇമ്മ്യൂണോ കെമിക്കൽ മെത്തേഡ്സ് ആൻഡ് ഓർ സിറോളജിക്കൽ മെത്തേഡ്സ്, എന്ന് വെച്ചാൽ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റ്. ദെൻ finally genotypic methods or molecular methods based on the genes, amino acids, proteins, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ട് ഐഡന്റിഫിക്കേഷൻ മെത്തേഡ്സിന്റെ 3 ടൈപ്സ്. Then ഒരു സക്സസ്ഫുൾ ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ മൈക്രോബ് which may depends on using proper aseptic techniques, അതായത് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള അസെപ്റ്റിക് ടെക്നിക്സ് ഫോളോ ചെയ്യണം. കറക്റ്റ്ലി ഒബ്റ്റെയിൻ ദ സ്പെസിമെൻ, കറക്റ്റ്ലി ഹാൻഡിൽ ദ സ്പെസിമെൻ, ക്വിക്ലി ട്രാൻസ്പോർട്ട് ദ സ്പെസിമെൻ ആസ് സൂൺ ആസ് ടു ദ ലാബ്. വൺസ് ദ സ്പെസിമെൻ റീച്ചസ് ദ ലാബ്, ഇറ്റ് ഈസ് കൾച്ചേർഡ് ആൻഡ് ഐഡന്റിഫൈഡ്. ദെൻ യൂസ് കെയർ ആൻഡ് ടാക്ട് ടു അവോയ്ഡ് ദ പേഷ്യന്റ് ഹാം. അപ്പോൾ ദിസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് success characters of a successful identification of microbes. Now, what is the principle of bacterial cultivation? അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക്
മൈക്രോബിനെ ആദ്യം ഐസൊലേറ്റ് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നത് മൈക്രോബിനെ? ബാക്ടീരിയനെ കൾച്ചർ ചെയ്തിട്ട് അല്ലെ, മൈക്രോബിനെ നമ്മൾ കൾച്ചർ ചെയ്യും. അപ്പൊ അതിന്റെ മെയിൻ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് ബാക്ടീരിയൽ കൾട്ടിവേഷൻ ആർ ടു ഗ്രോ ആൻഡ് ഐസൊലേറ്റ് all the bacteria present in the clinical specimen. ക്ലിനിക്കൽ നമുക്ക് കിട്ടിയ ക്ലിനിക്കൽ സ്പെസിമെന്റിലുള്ള എല്ലാ ബാക്ടീരിയനെയും ഗ്രോ ചെയ്യാൻ സഹായിക്കും. എന്നിട്ട് അതിൽ നമുക്ക് വേണ്ട ബാക്ടീരിയനെ ഐസൊലേറ്റും ചെയ്യാം. To determine which of the bacteria that grow are most likely to cause infection and are most likely contaminants. അപ്പോൾ ഈ മീഡിയയിൽ ഗ്രോ ചെയ്ത ബാക്ടീരിയയിൽ ഏതാണ് കണ്ടാമിനന്റ്, ഏതാണ് ഇൻഫെക്ഷൻ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഓർഗാനിസം എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ടു ഒബ്റ്റെയിൻ സഫിഷ്യൻറ്റ് ഗ്രോത്ത് ഓഫ് ക്ലിനിക്കലി റിലവൻറ്റ് ബാക്ടീരിയ. അതുപോലെ തന്നെ ഈ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും സ്റ്റഡി ചെയ്യാനുമുള്ള ബാക്ടീരിയന്റെ സഫിഷ്യൻറ്റ് ഗ്രോത്തും കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ബാക്ടീരിയനെ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ടു ഒബ്റ്റെയിൻ സഫിഷ്യൻറ്റ് ഗ്രോത്ത് ഓഫ് ക്ലിനിക്കലി റിലവൻറ്റ് ബാക്ടീരിയ ആൻഡ് ക്യാരക്ടറൈസേഷൻ. നൗ വാട്ട് ആർ ദ കൾച്ചർ മെത്തേഡ്സ്? അപ്പൊ എന്തൊക്കെ കൾച്ചർ മെത്തേഡ്സ് യൂസ് ചെയ്യും, എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഷോർട്ട് ആക്കി പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഐസൊലേറ്റിംഗ് ബാക്ടീരിയ ഇൻ ദ പ്യുവർ കൾച്ചർ. ദെൻ എന്നിട്ട് ആ ബാക്ടീരിയന്റെ പ്രോപ്പർട്ടീസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. പിന്നെ ദേ ഒബ്റ്റെയിൻ സഫിഷ്യൻറ്റ് ഗ്രോത്ത് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ്, വേറെ ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം നമ്മൾ ഗ്രോത്ത് സബ് കൾച്ചർ ചെയ്തിട്ട് നമ്മൾ സഫിഷ്യൻറ്റ് ഗ്രോത്ത് ഉണ്ടാക്കും. ദെൻ പിന്നെ വരുന്ന ടെസ്റ്റുകളാണ് ടൈപ്പിംഗ് ബാക്ടീരിയൽ ഐസൊലേറ്റ്സ്, ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി, എസ്റ്റിമേറ്റിംഗ് വൈബിൾ കൗണ്ട്സ്, അതുപോലെ തന്നെ അവരെ സ്റ്റോക്ക് കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള, അതായത് ഒരു പ്രത്യേക തരത്തിലുള്ള ബാക്ടീരിയ ആണെങ്കിൽ അതിൻ്റെ സ്റ്റോക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം അതിനെക്കുറിച്ച് വീണ്ടും പഠനം നടത്തണമെങ്കിൽ അത് ആ സാമ്പിളിൻ്റെ ആ ഒരു കൾച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അതാണ് സ്റ്റോക്ക് കൾച്ചർ വഴി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതായത് വീക്കിലി നമ്മൾ പുതിയ പുതിയ മീഡിയയിലേക്ക് സബ് കൾച്ചർ ചെയ്തിട്ട് അതിനെ ലൈവാക്കി നിർത്തണം, ഡെഡ് ആവാതെ നോക്കണം. അപ്പോൾ നമ്മൾ ഇനി ഭാവിയിൽ വല്ല നമുക്ക് കിട്ടിയ ബാക്ടീരിയനെ കുറിച്ച് ഫർദർ സ്റ്റഡിയോ റിസർച്ചോ എന്തെങ്കിലും നടത്തണമെങ്കിൽ ഇത് സ്റ്റോക്ക് കൾച്ചേഴ്സ് ഹെൽപ്പ് ചെയ്യും. അതിനാണ് ഇത് ചെയ്യുന്നത്. ഇനി കൾച്ചർ ചെയ്യുമെന്ന് പറഞ്ഞു, ബാക്ടീരിയനെ ഐസൊലേറ്റ് ചെയ്യാൻ. അപ്പം ഏതൊക്കെയാണ് കൾച്ചർ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. സ്ട്രീക്ക് കൾച്ചർ ഓർ സർഫസ് പ്ലേറ്റിംഗ്, ലോൺ ഓർ കാർപ്പറ്റ് കൾച്ചർ, സ്ട്രോക്ക് കൾച്ചർ, സ്റ്റാക്ക് കൾച്ചർ, കോർ പ്ലേറ്റ് മെത്തേഡ്, സ്വീറ്റ് പ്ലേറ്റ് മെത്തേഡ്. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കൾച്ചർ മെത്തേഡ്സ് ഫോർ ദ ഐസൊലേറ്റിംഗ് ബാക്ടീരിയ. അതിൽ ഇനി അത് പറഞ്ഞു നമ്മൾ. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് ചില ബാക്ടീരിയൽ ഐഡന്റിഫിക്കേഷൻ ആണല്ലോ നമ്മളെ ടോപ്പിക് അല്ലേ. അപ്പോൾ മെയിനായിട്ട് ഏതൊക്കെ മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത് ഷോർട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് നമ്മൾ ഏത് ബാക്ടീരിയയാണോ നമുക്ക് വേണ്ടത് അതിനെ പ്യുവർ ഫോമിൽ ഐസൊലേറ്റ് ചെയ്യണം ആദ്യം. കാരണം നമുക്ക് കിട്ടിയ സ്പെസിമെന്റിൽ ബാക്ടീരിയ ഉണ്ടാവാം, നോർമൽ ഫ്ലോറ ഉണ്ടാവാം. അപ്പം അതിന് നമുക്ക് സെലക്ട് ചെയ്ത് കണ്ടുപിടിക്കണം നമ്മുടെ ക്ലിനിക്കലി റിലവൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയ. സോ വി ആർ ഐസൊലേറ്റിംഗ് ഇൻ പ്യുവർ ഫോം. പിന്നെ അതിൽ കുറേ സ്റ്റെപ്സ് വരുന്നുണ്ട്. സെക്കൻഡ് ആണ് സ്റ്റെയിനിങ് റിയാക്ഷൻ, അതായത് അതിനെ സ്റ്റെയിൻ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ കൾച്ചർ മീഡിയയിൽ ഗ്രോ ചെയ്ത ബാക്ടീരിയയുടെ മോർഫോളജി ഓഫ് ബാക്ടീരിയൽ കോളനി ഇത് നോട്ട് ചെയ്യണം. ദെൻ കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ്, കൾച്ചറിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടേഴ്സ്, അതായത് ഇതിൻ്റെ ഷേപ്പും കാര്യങ്ങളും എങ്ങനെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ദെൻ മെറ്റബോളിസം ആൻഡ് ബയോകെമിക്കൽ പ്രോപ്പർട്ടീസ്. ഇതാണ് മെയിനായിട്ട് ഫീനോടിപ്പിക്, അതായത് ട്രഡീഷണൽ മെത്തേഡിൽ വരുന്ന ബാക്ടീരിയൽ ഐഡന്റിഫിക്കേഷൻ്റെ മെയിൻ സ്റ്റെപ്സ്. അപ്പോൾ ഐസൊലേഷൻ ഇൻ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് ബാക്ടീരിയ നമ്മൾ പ്യുവർ ഫോമിൽ ഐസൊലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റഡീസ് ഓൺ ബയോകെമിക്കൽ, മോർഫോളജിക്കൽ ആൻഡ് ആന്റിജനിക് ക്യാരക്ടേഴ്സ് ആർ ഡൺ only if the bacteria are available in pure form. ബാക്ടീരിയ പ്യുവർ ഫോമിൽ അവൈലബിൾ ആയെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്യുവർ ഫോമിൽ കിട്ടണമെങ്കിൽ വി ഷുഡ് പെർഫോം ഡിഫറെൻറ്റ് ടെക്നിക്സ്. സോ വാട്ട് ആർ ദ ടെക്നിക്സ്? നൗ വി ആർ ലുക്കിംഗ് ടുവേർഡ്സ് ദ ടെക്നിക്സ് ദാറ്റ് ഈസ് ഫേസസ് ഓഫ് ഗ്രോത്ത് മീഡിയ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്രോത്ത് മീഡിയയിൽ നമ്മൾ ഐസൊലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഫസ്റ്റ് ഈസ് ലിക്വിഡ് മീഡിയ. ലിക്വിഡ് മീഡിയ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ന്യൂട്രിയൻ ഗ്രോത്ത്. അപ്പോൾ അതുപോലെ തന്നെ എൻറിച്ച്മെന്റ് മീഡിയം യൂസ് ചെയ്യും ഫോർ ദ ഐസൊലേഷൻ ഓഫ് പാത്തജൻസ്.